ഹായ്, കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ ഉണക്കച്ചമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. വലിയ വലിപ്പമുള്ളതൊന്നല്ല, ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ കായാണെങ്കിൽ നമുക്ക് 2 തന്നെ മതിയാവും. നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്യാം. ഇത് നമുക്ക് നീളത്തിലും കട്ട് ചെയ്യാം, നമുക്ക് റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഈ ഒരു സൈസിൽ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ആ ബൗളിലോട്ട് ഇടാം. ഇത് ഈ ബൗളിലെ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നമുക്ക് നേന്ത്രക്കായ ഇതിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ. നേന്ത്രക്കായ പൊതുവേ കുറച്ച് കറയുള്ള ഒരു ടൈപ്പായിരിക്കും. അപ്പോൾ അത് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അതിൻ്റെ കറ പെട്ടെന്ന് പോകും. അതിന് കൂടെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം ചേർത്ത് കൊടുക്കുക. അങ്ങനെ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി പോകും. പിന്നെ നമുക്ക് ഈ ചെമ്മീൻ, ആ സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു 100 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് വറുത്തിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. പിന്നെ ചെമ്മീൻ വറുത്ത ശേഷം നമുക്കത് കഴുകിയിട്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ബാക്കി അതിലെ പൊടിയൊക്കെ കളഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഇത് ചെമ്മീനൊക്കെ റെഡി ചെയ്ത് കഴുകിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊടിയൊക്കെ കളഞ്ഞതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു കുറച്ച് സവാള, ഒരു 8 സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ മൺകലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൺകലം ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ റെഡിയാക്കി വെച്ച ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് 3 നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ ഉള്ളിക്ക് ചെറിയൊരു വാട്ടം പോലെ വരും. നമുക്ക് അത്ര വരെ ഒന്ന് ഇളക്കാം. നമ്മൾ മൺകലത്തിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ്. നമ്മളിതൊക്കെ മൺകലത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ കൂടെ അതിനൊന്ന് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ അതിനൊന്ന് ചാടിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. പിന്നെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നേന്ത്രക്കായ കൂടെ അതിനൊന്ന് ചേർക്കാം. അതും കൂടെ ചേർത്ത ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കും തോറും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറിന് പിന്നെ നമുക്ക് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചൊരു സ്പൂണ് നമുക്ക് സാദാ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാം. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. നന്നായിട്ട് വെള്ളവും മസാലയും കായയും ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കായ അതിൽ നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണേ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ അതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ആദ്യം കുറച്ച് വെന്ത് വന്നില്ല, കുറച്ചും കൂടെ നമുക്ക് എന്നിട്ട് ആദ്യം വേവിക്കാം. കുറച്ചും കൂടെ അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം ചേർത്തു. പിന്നെ ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഈ തേങ്ങയിലാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ളിയും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് അരപ്പ് റെഡിയാക്കാം. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കായും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഒഴിക്കാം കേട്ടോ. വെള്ളം കുറച്ച് കുറവല്ലേ, കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് തിളച്ച് വരണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് കായയും ചെമ്മീനും അരപ്പൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് കടുക് തളിച്ചൊഴിക്കാം കേട്ടോ. കടുക് ആദ്യം എണ്ണയിലോട്ടിട്ട ശേഷം കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പില ഇടാം. പിന്നെ ഞാൻ അതിലോട്ട് 2 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകും കൂടെ നല്ല ഫ്രൈ ആയി വന്ന ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് കറിയിലോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇനി മാറ്റാം. ഇത് ഞാൻ മൺകലത്തിലോട്ട് തന്നെ മാറ്റിയിട്ടുള്ളത്. മൺകലത്തിലുള്ള നമുക്ക് കറിയൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.